ആഗോള അയ്യപ്പ സംഗമത്തെ ബി.ജെ.പി. രാഷ്ട്രീയമായി എതിർക്കുന്ന സമയത്താണ് ഇതിന് ആശംസകൾ നൽകി ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് ദേവസ്വം മന്ത്രി വി.എൻ. വാസവന് ഒരു കത്തയച്ചത്. അത് അദ്ദേഹം വേദിയിൽ വായിക്കുകയും സ്ക്രീനിൽ കാണിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറയുന്നത് ബി.ജെ.പി. നേതാക്കളെ, യോഗിയെപ്പോലെ ഒരാളെ ഈ പരിപാടിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി അദ്ദേഹം ആശംസാ സന്ദേശം തന്നത് അങ്ങനെയാണെന്നാണ്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? വളരെ പ്രകടമല്ലേ അദ്ദേഹം ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടാണ് കാര്യത്തിൽ. ഞങ്ങൾ ശബരിമലയെ കാണുന്ന രാഷ്ട്രീയമായിട്ടല്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയം ഇല്ല എന്നുള്ളതിന് ഏറ്റവും ഒന്നാന്തരം തെളിവാണ് യോഗി ആദിത്യനാഥിൻ്റെ ആശംസ ഇവിടെ വരാൻ ഇടവന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. എല്ലാ മന്ത്രിമാരും അല്ല, കർണാടകത്തിലെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരുന്നു, അവിടുത്തെ മന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു, തെലങ്കാനയിൽ ക്ഷണിച്ചിരുന്നു, അതുപോലെ തന്നെ ഇപ്പുറത്ത് ആന്ധ്രാപ്രദേശിൽ ക്ഷണിച്ചിരുന്നു. ഇങ്ങനെ ക്ഷണിച്ച കൂട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്കെല്ലാം കത്തെഴുതാൻ പറഞ്ഞ് എല്ലാവർക്കും കത്തെഴുതിയിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കുന്നതിന് ആശംസകൾ. അപ്പോൾ അതിൽ യോഗി ആദിത്യനാഥ് ഒരു ആശംസ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് തന്നത്, അത് ബി.ജെ.പി. നേതാവ് എന്നുള്ള നിലയ്ക്കാണ്. കൂടുതൽ ഭക്തർ വരുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വരുന്ന 3 സ്റ്റേറ്റ്, 1 തമിഴ്നാട്, 2 കർണാടകം, 3 ആന്ധ്രാപ്രദേശ്, അതുപോലെ തെലങ്കാന. അപ്പോൾ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാരെ അയച്ച് മുഖ്യമന്ത്രി സന്ദേശവും തന്നു. അതേസമയത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യമുള്ള കർണാടകത്തിൽ നിന്ന് ഒരാളെ വരാൻ ശ്രമിച്ചവരെ കൂടെ വിലക്കി. ഞങ്ങളത് മനസ്സിലാക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള വിവരം അനുസരിച്ച് വീരശൈവരുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ എനിക്ക് വന്ന് പറഞ്ഞു, അവരുടെ സമുദായത്തെ പ്രധാനം ചെയ്യുന്നൊരു മന്ത്രി, കർണാടക മന്ത്രി സോയിലുണ്ട്, അദ്ദേഹം പങ്കെടുക്കും. ഞങ്ങളോട് ആദ്യം പറഞ്ഞതാ. ആ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആളിനെ പോലും വിലക്കിയത് കേരളത്തിൽ നിന്ന് ഈ ആക്ഷേപം ഉന്നയിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അതെല്ലാം വിലക്കിയതിന് ശേഷം ഇതൊരു ആഗോള അയ്യപ്പ സംഘം എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിമാരെയും ജനപ്രതിനിധികളെയാണ് ഞങ്ങൾ ക്ഷണിച്ചത്. അത് യോഗിയെ മാത്രമല്ല, ഞങ്ങൾ ക്ഷണിച്ചു കൊടുത്ത കേന്ദ്രത്തിൽ നിതിൻ ഗഡ്കരിയെ ക്ഷണിച്ചു, അശ്വിനി വൈഷ്ണവിനെ ക്ഷണിച്ചു, അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്രത്തിലെ വനം പരിസ്ഥിതി മന്ത്രിയെ ക്ഷണിച്ചിരുന്നു. ഇവിടെ വരാറുള്ള അവരെ നോക്കിയാണ് ക്ഷണിച്ചത്. അങ്ങനെ ഇവിടെ സന്ദർശിക്കുന്ന അയ്യപ്പഭക്തന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ ഞങ്ങൾ ക്ഷണിച്ചു, സുരേഷ് ഗോപിയെ ഉൾപ്പെടെ ക്ഷണിച്ചിരുന്നു. യോഗിയെ നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുമായിരുന്നോ അതൊരു ആശംസ വേണം? ഇങ്ങനെ സംഗമം നടക്കുന്നു, അങ്ങയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഇതിന് സന്ദേശമോ, ഇത് രണ്ടുമാകാം. അദ്ദേഹം ഇവിടെ വന്നു പോയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശബരിമലയായി ബന്ധമുള്ള ഒരു അയ്യപ്പ ഭക്തൻ എന്ന രൂപത്തിലുള്ള ജനപ്രതിനിധികളും മുഖ്യമന്ത്രിമാരെയും എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു. അതിനകത്ത് രാഷ്ട്രീയം കാണുന്നത് ഇവർ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളതിൽ രാഷ്ട്രീയം കാണുന്നില്ല. യഥാർത്ഥത്തിൽ സങ്കുചിതമായ വീക്ഷണം, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കമന്റ് ഇവിടെ കേട്ടു, ക്ഷീരമുള്ള ഒരു അകടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അപ്പോൾ ഏത് വിഷയം എടുത്താലും അതിൽ പൊളിറ്റിക്സ് കാണുക. കേരളത്തിൽ എന്ത് നല്ല കാര്യം നടന്നാലും, ഇപ്പോൾ വിഴിഞ്ഞം ഉദ്ഘാടനം കേരളത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച ഒരു സംഭവമല്ലേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞങ്ങൾ ക്ഷണിച്ചു, അദ്ദേഹം വന്നു. അത് അദ്ദേഹം ബി.ജെ.പിക്കാരാണെന്നുള്ളതൊക്കെയാണോ ക്ഷണിച്ചല്ല, പ്രധാനമന്ത്രി എന്നുള്ള രൂപത്തിൽ ക്ഷണിച്ചത്. അദ്ദേഹം വന്ന ഒരു കുമ്പടി ഇവിടെ പ്രതിപക്ഷ നേതാവ് അതിൽ ന്യൂനത പറഞ്ഞ് മാറി നിൽക്കിയല്ലേ. അതുപോലെ നമ്മുടെ നവകേരള സദസ്സ് നടന്നു, അതിൽ നിന്ന് ആക്ഷേപം പറഞ്ഞ് മാറി നിന്ന്. ഇപ്പോൾ 7 കോടി രൂപ വെച്ച് മണ്ഡലത്തിൽ കൊടുത്തപ്പോൾ അത് വാങ്ങിയല്ലോ.